നമസ്കാരം. ട്രംപിന്റെ സമാധാന നാടകം പൊളിച്ചടുക്കി ഇറാൻ. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ വെറും ജലരേഖയായി മാറുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കരാർ പ്രാബല്യത്തിൽ വരുമെന്ന് ലോകം പ്രത്യേകിച്ച ദിനം ഇന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു നിബന്ധനയ്ക്കും വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. ട്രംപിന്റെ വാക്ക് കേട്ട് കരാറിൽ എങ്ങാനും ഒപ്പിട്ടാൽ രാജ്യത്ത് വലിയ ആഭ്യന്തര കലാപം ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ജനങ്ങൾ ഇതിനോടകം തന്നെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പാശ്ചാത്യ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖുമൈനിയുടെയും ദേശീയ സുരക്ഷാ വിഭാഗത്തിന്റെയും ഒക്കെ അനുമതിയില്ലാതെ ഈ കരാറിന് യാതൊരു വിലയുമില്ല എന്ന് മനസ്സിലാക്കണം. ട്രംപ് ഒപ്പിട്ട ചില പേപ്പർ കെട്ടുകൾ എന്നതിനപ്പുറം പശ്ചിമേഷ്യ ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. നവംബറിൽ നടക്കാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പിൽ സ്വന്തം പരാജയം ഒഴിവാക്കാനും ഈ യുദ്ധത്തിൽ നിന്ന് തലയൂരാനും വേണ്ടിയാണ് ട്രംപ് ഇത്രയധികം തിരക്ക് കൂട്ടുന്നത് എന്ന് ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇറാനതറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം അതിജീവിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടത്തിന് കഴിയുന്നുമില്ല. മറ്റ് രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മുഴുവൻ. മുമ്പ് അറബ് രാജ്യങ്ങളെ ശാന്തരാക്കാൻ വേണ്ടി ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ, US പടക്കപ്പലുകളുടെ അകമ്പടി ഒക്കെ വാഗ്ദാനം ചെയ്ത് വീരവാദം മുഴക്കിയ ട്രംപിന്റെ എല്ലാ തന്ത്രങ്ങളും ഇപ്പോ അടിമുടി പാളിയിരിക്കുകയാണ്. അടിമുടി പൊളിഞ്ഞ് പാളീസായിരിക്കുകയാണ്. കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ നടത്തിയിട്ടുള്ള അതിശക്തമായ ആക്രമണങ്ങൾ അവരുടെ തളരാത്ത ആയുധശേഷിയുടെയും പോരാട്ട വീര്യത്തിന്റെയും അവരുടെ ആയുധ ശേഖരത്തിന്റെയും ധൈര്യത്തിന്റെയും ഒക്കെ തെളിവാണ്. ട്രംപിനെ വകവയ്ക്കാതെ എത്ര കാലം വേണമെങ്കിലും മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് ഇറാൻ തെളിയിച്ചതോടെയാണ് യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാൻ അമേരിക്ക നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മുമ്പ് ചർച്ചകളുടെ പേരിൽ 3 തവണ ചതിക്കുകയും പിന്നീട് ഉന്നത നേതാക്കളെ വധിക്കുകയും ചെയ്ത അമേരിക്കയുടെ ചരിത്രം നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ വിപ്ലവ ഗാർഡുകളും സുരക്ഷാ ഏജൻസികളും ഒക്കെ കടുത്ത ജാഗ്രതയിലാണ്. തങ്ങളുടെ പിടിച്ചുവെച്ച സ്വത്തുക്കൾ ഉടനടി തിരിച്ചു നൽകണമെന്ന ഇറാന്റെ പ്രധാന ഡിമാൻഡിനെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് എതിർത്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ ട്രൂത്ത് സോഷ്യലിൽ ഇറാന് നേരെ പടക്കപ്പലുകൾ നീങ്ങുന്ന ചിത്രം പങ്കുവച്ച് ട്രംപ് വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. സമാധാന ചർച്ചകളെ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേൽ ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങളാണ് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാക്കുന്നത്. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ എന്ന വ്യാജേന സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന നെതന്യാഹുവിന്റെയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെയും നടപടി ഇറാന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിട്ടാണ് ഇറാൻ കണക്ക് കൂട്ടുന്നത്. ബെയ്റൂട്ടിന് മേൽ അക്രമം ഉണ്ടാകില്ല എന്ന് ട്രംപ് നേരത്തെ നൽകിയ ഉറപ്പുകളെല്ലാം ഇസ്രായേൽ കാറ്റിപ്പറത്തിയാണ് ഈ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഒമാനുമായി ചേർന്ന് കൈയാളുക, ഉപരോധങ്ങൾ നീക്കി രാജ്യാന്തര വിപണിയിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകുക തുടങ്ങിയ തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് ഇറാൻ ഒരടി പിന്നോട്ടില്ല എന്നുള്ള വാർത്തയാണ് ഇന്ന് വൈകി പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം ട്രംപിന്റെ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെടുമെന്ന് ഇറാൻ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വാക്കുകളും ഇറാൻ വിശ്വസിക്കുന്നില്ല. ഖത്തറിലെയും പാകിസ്ഥാനിലെയും ഒക്കെ പ്രതിനിധികൾ ടെഹ്റാനിലെത്തി ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും വെടിനിർത്തലിന് ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ കരാർ ഉണ്ടായാൽ പോലും അത് അധിക നാൾ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ സമ്മതിക്കില്ല എന്നതാണ് പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. Different angles. Don't forget to subscribe and support this channel.